ശ്രീ നികോഷ് കുമാർ കൊച്ചിയിലെ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നൃത്ത പരിപാടി സംഘടിപ്പിച്ചത് ശ്രീ നികോഷ് ആയിരുന്നല്ലോ. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഉത്തരം പറ. ഏകദേശം നമുക്ക് 6 വർഷമായി. അപ്പോൾ അതിനൊരു റീബ്രാൻഡിങ്, ഓക്കെ, അതിലൂടെയാണ് നമ്മൾ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് വന്നത്. ആരും ചെയ്യാത്ത പുതിയൊരു കണ്ടന്റ് അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ആണോ? ഭയങ്കര. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുഖചിത്രമായിട്ട് വരാനാണെങ്കിൽ ഒരു കലാകാരനോ കലാകാരിയോ ആയിരിക്കണം ഇതിൻ്റെ ഫേസ് വരേണ്ടത്. അതല്ലാത്തൊരാൾക്ക് ഇതിൽ ഫേസ് വരാൻ കഴിയില്ല. അവർ പണം തരണോ? ഇതിൽ മുഖചിത്രമായി മാറാൻ ഒരാൾ പണം തരണോ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഒന്നും വേണ്ട, പണമൊന്നും നമുക്ക് ആരോടും ആവശ്യപ്പെടുന്നില്ല. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. ഈ നികോഷ് എങ്ങനെയാണ് ഈ ആർട്ട് മാഗസിൻ പുറത്തിറക്കുന്ന ഒരു സംരംഭത്തിലേക്ക് എത്തിയത്? കലാകാരനാണോ? നമ്മൾ കലയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. 2019 പ്രളയം വരെ, അതായത് വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തം വരെ 6 ലക്കം ഇറങ്ങിയല്ലോ. അപ്പോൾ എത്ര കോപ്പി വെച്ച് അടിക്കുമായിരുന്നു? നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ അടിക്കുന്നത് 3000 കോപ്പിയാണ്. അപ്പോൾ പിന്നെ അതെങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ വിജയിക്കുന്നത്? പ്രളയം വന്നില്ലെങ്കിലും പൊളിഞ്ഞു പോകുമല്ലോ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇപ്പോൾ പ്രീമിയം കസ്റ്റമറിലേക്ക് നികോഷിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്? നമ്മൾ ഇവന്റ്സ് ആയിരുന്നു. നമ്മൾ വെറും ഒരു ഇവന്റുകാരനായിട്ട് നമ്മൾ ചിത്രീകരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് ജനങ്ങളിലേക്ക്, സമൂഹത്തിലേക്കും എന്ത് നല്ല കാര്യം ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ കൺസെപ്റ്റ്. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? അല്ല, നിങ്ങൾ ചെയ്തിട്ടുള്ള ഇവന്റ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ കൊച്ചിയിലെ ഇവന്റ് പ്രശ്നമായതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഇവന്റ്സ് എന്തൊക്കെയായിരുന്നു? ഷമീറാണ് ഇതിന്റെ ഇവന്റ്സിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഉള്ളത്. ഷമീറാണ് ഇവന്റ്സുമായി മുന്നോട്ട് പോകുന്നത്. അല്ല, അദ്ദേഹം ഏതൊക്കെ ഇവന്റ്സ് ആയിരുന്നു ചെയ്തത്? നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നടത്തുന്ന സ്ഥാപനമാണല്ലോ. പ്രധാന ഇവന്റ്സ് വല്ല ഓർമ്മയിലുണ്ടോ? ഈ കൊച്ചിയിലേക്കാൾ വലിയ തോതിൽ നടത്തിയ? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. അത് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിലാ നോക്കണം ഏതാ വലിയ ഇവന്റ്സ് എന്നുള്ളത്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. നമ്മൾ ഒന്നിച്ചൊരു പ്രസ്ഥാനം നടത്തുമ്പോൾ നമുക്ക് അറിയണ്ടേ കൂടെയുള്ള ആൾ ആരാണ്? അത് CEO ആണ്. എന്തൊക്കെയാണ് ഇയാൾ ചെയ്തിട്ടുള്ള ജോലികൾ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നമ്മളെന്ന് വെച്ചാൽ RNI സർട്ടിഫിക്കറ്റ് കമ്പനിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ രാജ്യത്തോടുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നിലനിൽക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ കണ്ടന്റിലാണെങ്കിലും ഞങ്ങളുടെ ഈ സാമ്പത്തിക ഇടപാടിലാണെങ്കിലും അതിന് ഞങ്ങൾ ബോധേഡാണ്. RNI രജിസ്ട്രേഷൻ ഉള്ള ഒരു സ്ഥാപനത്തിന് രാജ്യത്തോട് ബാധ്യത ഉണ്ടാവുന്നത് ആ പ്രസിദ്ധീകരണത്തിന്റെ കണ്ടന്റിൽ മാത്രമാണ്. നിങ്ങൾ കൊച്ചിയിൽ പടം പിരിച്ചതിന് എങ്ങനെയാണ് രാജ്യത്തോട് നിങ്ങൾ ബാധ്യസ്ഥരാവുന്നത്? RNI രജിസ്ട്രേഷന്റെ പേരിൽ അതിന് നടപടിക്രമം വേറെയല്ലേ? ഓരോ ഇവന്റ്സിനും അതിൻ്റെതായ മെറിറ്റുകളില്ലേ? അപ്പോൾ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി നിങ്ങൾ ആലോചിച്ച പരിപാടി എന്തായിരുന്നു? എന്താണ് അതിലൂടെ ലക്ഷ്യമിട്ടത്? ഇതുവരെ ഇവിടെ ആരും ചെയ്യാത്ത പുതിയൊരു സബ്ജക്റ്റ്, പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. സംശയമൊന്നുമില്ലല്ലേ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അധ്യാപക തന്നെ എനിക്ക് തോന്നുന്നു സുജാത ടീച്ചറാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരുടെ പണമിടപാടുകളെല്ലാം നമ്മൾ വളരെ ഒരു സോഫ്റ്റ്വെയർ വഴി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഈ മൃതകാവിഷൻ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ആർക്കും നേരിട്ട് പണമിടപാട് ഇടാൻ കഴിയില്ല. അവരിടുന്നതിന് അവർക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അവരേത് സമയത്ത് അവരുടെ പണം സോഫ്റ്റ്വെയറിലൂടെ ആണെങ്കിലും ബക്കറ്റിൽ പിരിച്ചാലും പണം വരുന്നതാണ്. നിങ്ങൾ 12,000-ലേറെ ആളുകളെ പങ്കെടുപ്പിച്ച് ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ഭരതനാട്യം നടത്താൻ തീരുമാനിച്ചു. എത്ര പേരെ പങ്കെടുപ്പിച്ചു? ഒരാളിൽ നിന്ന് എത്ര രൂപ വാങ്ങി? നമുക്ക് 12,500 സംതിങ് രജിസ്ട്രേഷനാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരാളിൽ നിന്ന് എത്ര രൂപയാണ് വാങ്ങിയത്? 2,900 രൂപ പ്ലസ് GST ആണ് ഒരു പേഴ്സന്റെ നമുക്ക് വരുന്ന എമൗണ്ട്. തുറന്ന് ചോദിക്കുന്നുണ്ട്, വേറെ ഒന്നും തോന്നരുത്. 142 ആളുകളിൽ നിന്ന് 4,500 രൂപ വാങ്ങി. ബാക്കി 12,300 ചില്ലുവാനം ആളുകളിൽ നിന്ന് എത്ര രൂപ വാങ്ങി? GST അടക്കം ഒരാളിൽ നിന്ന് 3,500. ഞാൻ തെറ്റാണോ? അങ്ങനെ പിരിച്ച് മൊത്തത്തിൽ എത്ര രൂപ കിട്ടി? നമുക്ക് GST കഴിച്ചതിന് ശേഷം 352 നമുക്ക് പിരിച്ച് കളക്ട് ചെയ്തിട്ടുള്ളത്. 3,52,00,000.
കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. അപ്പോൾ 12,500 പേരെ അണിനിരത്തി ഗിന്നസ് റെക്കോർഡ് ഇടുക. ഭരതനാട്യം കളിക്കുന്നു ഇത്രയും ആളുകൾ. അപ്പൊ നേരത്തെ ഉള്ള റെക്കോർഡ് തമിഴ്നാട്ടിലാണ് അല്ലേ? അതെ അതെ അതെ. ഓരോ മത്സരാർത്ഥിയിൽ നിന്നും 3,500 രൂപ വാങ്ങി പ്രത്യേക രജിസ്ട്രേഷൻ ഉള്ള ആളുകൾക്ക് ഇൻഡിവിജ്വൽസിന് 4,500. തമിഴ്നാട്ടിലും ഇങ്ങനെ പണം പിരിച്ചാണോ ഈ പരിപാടി നടത്തിയിരുന്നത്? അതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതെനിക്കറിയില്ല. ഈസി ആയല്ലോ, അപ്പൊ എല്ലാം ഈസി ആയല്ലോ. ഓരോ കണ്ടസ്റ്റൻസ് എന്ന് പറയുമ്പോഴും അവർ നമ്മളെല്ലാവരും മനസ്സിലാക്കണം, അവർക്ക് പാരൻ്റ് ഉണ്ട്. അത് ഉന്നത ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന പാരൻസ് ഉണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ പേഴ്സൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, എന്നെ വിളിക്കാറുണ്ട്. സപ്പോർട്ട് എന്തെങ്കിലും വേണമെങ്കിൽ സാർ പറയണം എന്ന രീതിയിൽ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. RBI ഗവർണറെ വരെ ഈ സൈബർ തട്ടിപ്പിൽ കൊടുക്കുന്ന കാലമാണ്. അപ്പോൾ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരെന്നല്ല ആരും ഇതുപോലെ എന്ത് കേട്ടാലും വരും. ഇങ്ങനെ കുട്ടികൾക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നതൊക്കെ എല്ലാവർക്കും അഭിമാനമുള്ള കാര്യമാണ്. അതിനുവേണ്ടി ആളുകൾ എന്തും ചെയ്യും. അവിടെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയത് ആരാണ്? ഒന്ന് ഇവന്റ് പ്രൊഡക്ഷനും ഉണ്ട്, ഒന്ന് ഇവന്റിലേക്ക് വേണ്ട എല്ലാവിധ സഹകരണങ്ങളും, അതായത് അവർക്ക് വേണ്ട ആംബുലൻസ്, ഡോക്ടേഴ്സ്, ഫയർ സർവീസ്, ഇത്രയും കാര്യങ്ങൾ ഒരുക്കാനാണ് ഞങ്ങൾ മറ്റൊരു കമ്പനിയും കൂടി ഏൽപ്പിച്ചിട്ടുള്ളത്. ഭയങ്കരം തന്നെ. ഉമാ തോമസ് ഒക്കെ കയറിയ വേദി ഈ വലിയ കമ്പനികളൊക്കെ പരിശോധിച്ചിരുന്നോ? ഈ വലിയ കമ്പനി അല്ല, ഞാൻ പറയുന്നത് ഒരു നിമിഷം എന്താന്ന് വെച്ചാ പറ. ഈ വലിയ കമ്പനികളും അതുപോലെ അവിടുത്തെ ഉദ്യോഗസ്ഥരും ഇത് ട്രയല് അവിടെ നടത്തിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും പാകപ്പിഴവുണ്ടെങ്കിൽ അവിടെ റിഹേഴ്സൽ നടക്കില്ല. ആ റിഹേഴ്സൽ നടക്കുന്നത് താഴെയാണല്ലോ. നമ്മൾ സംസാരിക്കുന്നത് വേദിയെ കുറിച്ചാണ്. റിപ്പോർട്ടിൽ വന്നിട്ടില്ല. അല്ല, ഞങ്ങൾക്ക് അവിടെ വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ. പിന്നെ എങ്ങനെയാണ് ഉമാ തോമസ് വീണത്? നിങ്ങൾക്ക് ഒരു വീഴ്ചയുമില്ല. നിങ്ങൾ ഒരു മഹത്തായ സംരംഭം നടത്താൻ വേണ്ടി ഇറങ്ങി 12,000-ലേറെ ആളുകളെ 3,500 രൂപ വീതം വാങ്ങി അവിടെ എത്തിച്ചു. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കി. അവിടേക്ക് ഇതൊന്നും മനസ്സിലാക്കാതെ മന്ത്രിയും MLA-യും MP-യും ഒക്കെ എത്തി. MLA താഴെ വീണ് ഇപ്പോൾ മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ കിടക്കുന്നു. നിങ്ങളെല്ലാം ഗംഭീരമാക്കി. അത് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്. അതായത് ഒരു ബാരിക്കേഡ് ഇല്ലാതെ റിബൺ മാത്രം വെച്ച് കെട്ടി ഒരാൾ താഴെ വീഴാവുന്ന തരത്തിൽ സുരക്ഷയില്ലാതെ ഒരു വേദി ഉണ്ടാക്കിയിട്ട് ഞങ്ങളെല്ലാം നോക്കിയിരുന്നു. എല്ലാം ഗംഭീരമായിരുന്നു പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ള. നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഇതവിടെ വരുന്ന വേദിയിൽ ഇത്രയും ആൾക്കാരും ഇതിന്റെ ആദ്യത്തെ ചെക്കിങ്ങും റൗണ്ടിങ്ങും കഴിഞ്ഞതാണ്. എന്നിട്ട് അപ്പോഴവിടെ വേദിക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദിക്ക് പ്രശ്നമുള്ളതുകൊണ്ടല്ലേ അവർ താഴെ വീണത്. സാധാരണ ഇതുപോലെ ഇത്ര ഉയരത്തിൽ കെട്ടുന്ന ഒരു വേദിക്ക് കൃത്യം ബാരിക്കേഡ് ഉണ്ടെങ്കിൽ ആരെങ്കിലും താഴെ വീഴും. അല്ലല്ല, നമുക്കതിൽ ഇനിയും ക്ലാരിഫിക്കേഷൻ വരാനുണ്ട്. അതെന്താണ് സംഭവിച്ചതെന്നുള്ളത് മുഴുവൻ ഫൂട്ടേജും ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഉമാ തോമസ് എടുത്ത് ചാടിയത്? ശ്രീമതി സുജാത, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഭാഗമായത്? ഇതിങ്ങനെ ആളുകളെ പണം വാങ്ങി പറ്റിക്കുന്ന പരിപാടിയായിരുന്നോ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ല സാർ, ഒരിക്കലും അല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നമുക്കത് 3,500 രൂപ അധികമായിട്ട് നമുക്ക് തോന്നിയില്ല. എന്താ വെച്ചാൽ നമുക്കൊരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നല്ല പൈസ ചിലവുണ്ട്. അങ്ങനെ 104 കുട്ടികളെയാണ് ഞാൻ പങ്കെടുപ്പിച്ചത്. ഇപ്പോൾ 104 കുട്ടികളെ പങ്കെടുക്കുമ്പോൾ ടീച്ചറിന് ഏതാണ്ട് 1 ലക്ഷം രൂപ കിട്ടും. 900 രൂപയാണല്ലോ ഒരു കുട്ടിക്ക് തരുന്നത്. എൻ്റെ എല്ലാ ജോലികളും മാറ്റിവെച്ച് ഞാൻ ഇതിനെ പഠിപ്പിച്ചു കുട്ടികളെ. ഈ 2 ഐറ്റം ഞാൻ പഠിപ്പിച്ചു. അതല്ല ടീച്ചറെ, പഠിപ്പിച്ചതിന്റെ കുറ്റമൊന്നുമല്ല പറയുന്നത്. കുട്ടികൾ 3,500 രൂപ കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുട്ടിയെ കൊടുത്താൽ 900 രൂപ അവിടെ നിന്ന് കിട്ടും. കൊടുക്കണം. അതിൽ നമുക്ക് ഒന്നും ലാഭമില്ല, എല്ലാം ചിലവായ. അപ്പം ഇത് പൈസ എല്ലാം വലിയ തുകയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ എന്ത് സംശയം ഉണ്ടെങ്കിലും സാറിനെ വിളിക്കും. സാർ അപ്പം തന്നെ മറുപടി എനിക്ക് പറഞ്ഞു തരും. എന്ത് സംശയം ഉണ്ടെങ്കിലും മറുപടി പറഞ്ഞു തരും. ശ്രീകുമാർ മനയിൽ, ഇതിപ്പോൾ എനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയില്ല. ഉമാ തോമസിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് കൂടുതൽ കമൻറ്റുകളിലേക്ക് പോകാൻ കഴിയാത്തത്. ഈ മലയാളിയെ പറ്റിക്കാൻ എന്തൊരു എളുപ്പമാണല്ലേ? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? എൻ്റെ വിനു, അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഉമാ തോമസിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് നമുക്കിത് ചിരിക്കാൻ കഴിയാത്തത്. അല്ലെങ്കിൽ തികച്ചും ചിരിക്കാനുള്ള ഒരു വകയുള്ള സംഭവമാണിത്. പറഞ്ഞു മിസ്റ്റർ നികോഷ് കുമാർ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് സംശയമുള്ളത്, ഇതെല്ലാം ചെക്ക് ചെയ്തെന്ന് പറഞ്ഞു. ഇത് ചെക്ക് ചെയ്യാൻ കോമ്പിറ്റൻ്റ് ആരാളുള്ളത്? ഈ വേദി സുരക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വേദി സുരക്ഷിതമാണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയ ഏത് കോമ്പിറ്റൻ്റ് അതോറിറ്റി അവിടെ ഉണ്ടായിരുന്നത്?
ഈ പറഞ്ഞ കുട്ടികളിൽ ആരുടെയെങ്കിലും മുഖം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമോ? 12,500 കുട്ടികളെന്ന് പറഞ്ഞു. ഇവർ ഗിന്നസ് ബുക്കിൽ കയറിയെന്ന് പറഞ്ഞു. ആരെ ഗിന്നസ് ബുക്കിൽ കയറി ഇവിടെ? ഈ 12,500 കുട്ടികളിൽ ആരുടെ മുഖമാണ് നിങ്ങൾ കാണുന്നത്? ഒരാളുടെ മുഖം പോലും കാണുന്നില്ല. അതെ, അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത്. ശ്രീ നികോഷ് കുമാർ, മന്ത്രിമാരെ MLA മാർ MP മാരൊക്കെ ഉണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ വേദി അടക്കം പരിശോധിച്ചിരുന്നോ? അത് ഇവന്റ് മാനേജ്മെൻ്റാണ് പരിശോധന റിപ്പോർട്ടും കാര്യങ്ങളും വാങ്ങിക്കേണ്ടത്. അപ്പം നികോഷിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? അവരുടെ വിശദീകരണം അവർ പോലീസിനും ഉന്നത ഡിപ്പാർട്ട്മെന്റിനും കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി. അല്ല, ഈ എത്ര ടിക്കറ്റ് വിറ്റു? GST കൊടുത്തിട്ടാണുള്ളത്. അത് അല്ല, കുട്ടികളിൽ നിന്ന് പാർട്ടിസിപ്പൻസിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങി. ഈ ടിക്കറ്റ് എത്ര? ഏകദേശം അത് ബുക്ക് മൈ ഷോയുടെ അടുത്താണ് അതിന്റെ യഥാർത്ഥ കൗണ്ട് ഉള്ളത്. വരും ദിവസങ്ങളിൽ ആ കൗണ്ട് നമ്മൾ ബുക്ക് മൈ ഷോ സ്വന്തമായിട്ട് ടിക്കറ്റ് അടിച്ച് വിറ്റതാണോ? നിങ്ങൾക്ക് വേണ്ടിയല്ലേ വിറ്റത്? എന്താ ഉറക്കം വരുന്നു. നമുക്ക് 22,000-ഓളം ടിക്കറ്റാണ് കറക്റ്റ് പോയിട്ടുള്ളത്. ഈ 22,000-ഓളം ടിക്കറ്റ്, അതിന് ഒരു ടിക്കറ്റിന് എത്ര രൂപ? 149 റുപ്പീസാണ് ഒരു ടിക്കറ്റ് റേറ്റ്. അപ്പൊ അതെല്ലാം കൂടി ചേർത്താണോ ഈ 3,56,00,000 വരുമാനം? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. 3,56,00,000 വരുമാനം നമുക്ക് ഈ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസിന്റെ ആണ്. നീ കുറെ നേടുന്നുണ്ടല്ലോ. തമാശയ്ക്ക് നാട്ടുപുറത്തൊക്കെ പണ്ട് പറയാറുണ്ട്, ചെണ്ടപ്പുറത്ത് കോല് വീണാൽ ഉടനെ അവിടെ കാണും ചിലർന്ന്. അതുപോലെ നമ്മളായിട്ടുണ്ട്. മലയാളി ഈ വന്നേക്കുന്ന സമൂഹത്തിനാണ് താങ്കൾ ആക്ഷേപിക്കുന്നത്. സംശയമൊന്നുമില്ല. നിങ്ങളെപ്പോലെ ഒരാൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് ഇത്രയും പണം തന്ന് ഇവിടെ ഓടിക്കൂടി വന്ന ആളുകൾ അവരിപ്പോൾ സ്വയം ആലോചിക്കുന്നുണ്ടാവും. ഇപ്പൊ ഈ ഷോയിൽ കാണിക്കാത്തതാണ്, 100 കണക്കിന് ആളുകൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത ആളുകളുടെ മാതാപിതാക്കൾ, അവരുടെ ശബ്ദം കേൾപ്പിക്കണോ? വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.